പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചിട്ടും വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്ത ഉദ്യോഗസ്ഥരുണ്ട്. അവരിപ്പോൾ വ്യക്തിപരമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ സർവീസ് സംഘടനകളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 8 വരെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചിരുന്നെങ്കിലും ആയിരക്കണക്കിന് ജീവനക്കാർക്ക് ബാലറ്റ് ലഭിച്ചില്ല എന്നതാണ് പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചയായി കണ്ട് വോട്ട് ചെയ്യാൻ സമയം അനുവദിക്കണമെന്നതാണ് ഈ ജീവനക്കാരുടെയൊക്കെ ആവശ്യം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവർക്ക് കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സമയം ഇതിനു വേണ്ടി അനുവദിച്ചിരുന്നെങ്കിലും ഈ പ്രാവശ്യം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. ഏതാണ്ട് 30,000-ലധികം അധ്യാപകർക്ക് ജീവനക്കാർക്കും വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. വോട്ടെടുപ്പ് പ്രക്രിയയ്ക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഏതാണ്ട് ഭൂരിഭാഗവും പ്രതിപക്ഷ സംഘടനകളിലെ അധ്യാപകരാണ് എന്നുള്ളത് ഇത് വല്ലാത്തൊരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥന്മാർക്ക്, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവസരം നൽകണമെന്ന് KPSTA സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, ഈ പരാതികൾക്ക് അടിസ്ഥാനമില്ല, ഏതാണ്ട് ഭൂരിഭാഗവും ഇത്തരത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം ചെയ്തു എന്നതൊക്കെയാണ് ഇപ്പോൾ രത്തൻ കിൽക്കർ വിശദീകരിച്ചത്. 96.37% ഉദ്യോഗസ്ഥർക്കും വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോഴും പരാതികളുണ്ട് ഉദ്യോഗസ്ഥർക്ക്. അവരേതായാലും വ്യക്തിപരമായി കൂടി നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും NGO അസോസിയേഷനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കോടതിയുടെ പരിഗണനയിൽ ആ ഹർജിയുണ്ട്. അടുത്ത ദിവസം വീണ്ടും കോടതി പരിഗണിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ജീവനക്കാർ ഓരോ ആളുകളും വ്യക്തിപരമായിട്ട് തന്നെ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സംഘടന പോകുന്നതിനേക്കാൾ നല്ലത് ഓരോ വ്യക്തിയും വോട്ടർ എന്ന നിലയ്ക്ക് പോകുന്നതാണ് നല്ലതെന്നൊരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ജീവനക്കാർ തന്നെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി നീക്കം നടത്തുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് തലേന്ന് 8-ാം തീയതി വരെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്ത ആ ദിവസം വരെ വോട്ട് ചെയ്യാനുള്ള സമയപരിധി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ട് പോലും ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിൽ എത്തിയിട്ടും ബാലറ്റ് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സഹിതമായിരിക്കും ഈ ജീവനക്കാർ, ഡ്യൂട്ടിക്ക് പോയ ജീവനക്കാർ ഹൈക്കോടതിയിലേക്ക് പോവുക. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ നിലപാടും വിധിയും നിർണായകമാകും. കാരണം വോട്ടെണ്ണാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണുന്നതിന് തൊട്ട് തലേന്ന് വരെ തന്നെ തപാൽ വോട്ട് ചെയ്യാനുള്ള അവസരം സാധാരണ ലഭിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമയമുള്ളതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകും.